അപ്പോൾ ഈ കുരു നമുക്കിവിടെയൊക്കെ മണ്ണിലൊക്കെ വീണ് കിടക്കുന്ന സമയത്ത് ഒരുപാട് കിളുത്ത് വരും. ഇങ്ങനെ ഒരുപാട് തൈകളാണ് കിളുത്ത് വരുന്നത്. പക്ഷേ ഇത് ഒരു കാരണവശാലും നടരുതും. 2 വയസ്സ് മുതൽ 100 വയസ്സുള്ളവർക്ക് വരെ അടിപൊളിയായിട്ട് വിളവെടുക്കാൻ പറ്റിയ അടിപൊളി കൃഷിയാണ്. പപ്പായക്ക് ഇങ്ങനെ വരക്കുന്നത് എങ്ങനെയുണ്ട്? ഈ തടത്തിലുണ്ടല്ലോ പപ്പായാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 15ഓളം പപ്പായാണ് ഈ സ്ഥലത്തായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇടവിളയായിട്ട് വ്യത്യസ്ത ഇനം ഫ്രൂട്ടുകൾ ചെയ്തിട്ടുണ്ട്. പപ്പായ ഇപ്പോൾ വിളവെടുത്തിരിക്കുകയാണ് കേട്ടോ. വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ കൃഷി നടക്കുന്നത്. ചൊരിമണലായതുകൊണ്ട് തന്നെ ഡെയിലി രാവിലെ ജലസേചനം കൊടുക്കുകയാണ്. ഈർപ്പം നിലനിർത്തി കൊടുത്താൽ മാത്രം മതിയാവും. ഇവിടെ ഇപ്പോൾ റംബൂട്ടാനും ഒക്കെ ഡെയിലി നനച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കൊച്ച് പപ്പായ തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തിയാണ് കേട്ടോ. ഇന്ന് മകളും കൂടെ ഉണ്ട്, കാത്തു എന്നാണ് പേര്. പപ്പായ കൃഷി ഉണ്ടല്ലോ, വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ വിളവെടുക്കാനായിട്ട് പറ്റും. ഇതായിരുന്നു തന്നെ പഴിക്കാനുണ്ടല്ലോ, നല്ല മധുരമായിരിക്കും. പറിക്കുമ്പോൾ തന്നെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കും. അതാകുമ്പം ഒരു ഡാമേജും പപ്പായക്ക് ഉണ്ടാകത്തില്ല. പെട്ടെന്ന് തന്നെ ഫുള്ള് നല്ല ഇങ്ങനത്തെ കളറിലേക്ക് വരികയും ചെയ്യും. അല്ല, ഇച്ചിരി കളറായി തുടങ്ങുമ്പോൾ തന്നെ വിളവെടുക്കാം കേട്ടോ. ഈ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി ചെയ്യുന്നുണ്ടല്ലോ, ഉറപ്പായിട്ടും കൃഷി ചെയ്തിരിക്കണം. കാരണം ഇതൊക്കെ 4-5 വർഷം കഴിഞ്ഞാണ് നന്നായിട്ട് കായ്ച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നല്ലൊരു വരുമാനം പപ്പായ നേടിത്തന്നിട്ടുണ്ടാകേണ്ടത്. നന്നായിട്ട് ഹൈറ്റിലേക്ക് പോയി. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നിർത്തിയാൽ തന്നെ നല്ല ടോപ്പ് ലാഭത്തിലേക്ക് വരാം. ഈ പപ്പായക്ക് കിട്ടുന്ന വരുമാനം വെച്ച് ഇതിൻ്റെ ചിലവ് കംപ്ലീറ്റ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വിളവെടുക്കാൻ തുടങ്ങുമ്പോൾ കൃഷി ലാഭത്തിലേക്ക് എത്തും. ഇവിടെ നമ്മൾ 5 റംബൂട്ടാനും പല വ്യത്യസ്തമായ ഫ്രൂട്ടുകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി തോട്ടാണ്. ഒറ്റ വെറൈറ്റി പപ്പായാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്തത്. പക്ഷേ നീളനുണ്ട്, ഉണ്ടയുണ്ട് കേട്ടോ. ഇത് ഉണ്ട ടൈപ്പാണ്, ഇത് നീളം ടൈപ്പാണ്. എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത് നീളം ടൈപ്പാണ് കേട്ടോ. നീളം ടൈപ്പ് ആകുമ്പോൾ കുറച്ച് അടിപൊളിയാണ്, നല്ല കാണാനൊക്കെ ഭംഗിയാണ്. രണ്ടും പക്ഷേ നല്ല ഈൽഡ് തരുന്നതാണ്, നല്ല ലൈഫുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലെടുത്താൽ പോലെ നമുക്ക് ഒരാഴ്ച നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. പണ്ടത്തെ നാടൻ പപ്പയൊക്കെ ആണെങ്കിൽ 2ാം ദിവസം തന്നെ ചളുക്ക് വീഴും. കൃഷി തുടങ്ങിയ സമയത്ത് ഫുള്ള് കള പിടിച്ച് കിടക്കുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം ഞാൻ പറിച്ച്. അപ്പോൾ അത് കഴിഞ്ഞുണ്ടല്ലോ ഫുള്ള് ചോലപ്പിലേക്ക് വരും. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കല. അപ്പോൾ കളകളുടെ എണ്ണം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരേ കള ഉള്ളത് നമ്മൾ പറിച്ച് ഇതിൻ്റെ ചോലട്ട് തന്നെ വെച്ചാൽ മതിയാവും. പപ്പായ കൃഷി ഞാൻ പലപ്പോഴും ചെയ്ത് പരാജയപ്പെട്ടുള്ള കൃഷിയാണ്. ഇപ്പോൾ ഇത് ഞാൻ വിജയിച്ചിരിക്കുകയാണ്. അപ്പം വിജയിച്ചതെന്ന് വെച്ചാൽ കൃത്യമായുള്ള പരിചരണം കൊടുക്കണം. മറ്റുള്ള പച്ചക്കറിനേക്കാളും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ നല്ല ആദായം തരുന്ന ഒരു കൃഷിയാണ് പപ്പായ കൃഷി. കൃത്യമായിട്ടുള്ള ജലസേചനം, കൃത്യമായിട്ടുള്ള വളപ്രയോഗം ഒക്കെ മസ്റ്റാണ്. കൃത്യമായിട്ടുള്ള ഡോളാമെറ്റ് അല്ലെങ്കിൽ പച്ചക്കപ്പടി കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 10 ദിവസം കൂടുമ്പോൾ കുറേശ്ശെ കമ്പോസ്റ്റ് ആക്കിയ വളങ്ങൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പപ്പായ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കേരളത്തിൽ അനന്തമായ സാധ്യതയാണ് പപ്പായ കൃഷിക്കുള്ളത്. പപ്പായ കൃഷി തുടക്കം മുതൽ ഞാൻ പരാജയപ്പെട്ടത് രോഗങ്ങൾ വന്നിട്ടാണ്. അപ്പം കൃത്യമായിട്ട് കാരണം എനിക്ക് പരിചരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീടിൻ്റെ മുറ്റത്ത് തന്നെ ചെയ്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടുള്ള വളപ്രയോഗമൊക്കെ ആണെങ്കിൽ രോഗങ്ങളുടെ സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ. ഈ പപ്പായ നോക്കിയേ, യാതൊരുവിധ മരുന്നും ഒന്നും തന്നെ അടിച്ചിട്ടില്ല, ഒരു കേടുപാടുമില്ല. കൃത്യമായിട്ട് മണ്ണ് പരിശോധന പ്രകാരമുള്ള വളമാണെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈൽഡ് കിട്ടും കേട്ടോ. ഈ രീതിക്കാണ് ചെയ്യുന്നത്. അഥവാ എന്തെങ്കിലുമൊക്കെ ഒരെണ്ണത്തിന് വന്നാൽ തന്നെ നമ്മളത് തോട്ടത്തിൽ നിന്ന് മാറ്റിയാണ് ചെയ്യുന്നത്. ഇതാണ് പഴുത്ത പപ്പായ. ഇത് മുറിക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല ബ്ലാക്ക് കുരു അകത്തുണ്ടാവേ, ഇത് കണ്ട. അപ്പം ഈ കുരു നമുക്കിവിടെയൊക്കെ മണ്ണിലൊക്കെ വീണ് കിടക്കുന്ന സമയത്ത് ഒരുപാട് കിളുത്ത് വരും. ഇങ്ങനെ ഒരുപാട് തൈകളാണ് കിളുത്ത് വരുന്നത്. പക്ഷേ ഇത് ഒരു കാരണവശാലും നടരുതും. നമുക്ക് പെൺപപ്പര കിട്ടണമെന്ന് യാതൊരു ഉറപ്പില്ല കേട്ടോ. ആൺപപ്പര എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് നല്ല സൈസും കുറവായിരിക്കും, നമുക്ക് കടയിൽ കൊണ്ട് എടുക്കയില്ല. അപ്പോൾ ഇതാണെങ്കിൽ വെല്ലടി കറക്റ്റ് ആണ് വിത്താണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പെൺപപ്പരായിരിക്കും. അപ്പോൾ ആ രീതിക്ക് കൃഷി ചെയ്യാൻ മറക്കല്ല. 10 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു പപ്പരയാണ് കേട്ടോ. ഒരു നാടൻ പപ്പരയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹൈറ്റിലേക്ക് പോകും. നമുക്ക് ഇനി പഴുത്തൊക്കെ കിട്ടുന്നത് വളരെ പാടായിരിക്കും. അത് കൂടുതലും കാക്കയാണ് തിന്നുന്നത്. പിന്നെ പച്ചക്ക് ഇങ്ങനെ കുത്തിയെടുത്ത് ഇടയ്ക്ക് തോരൻ വെക്കാൻ ഇത് ഉപയോഗിക്കുവേ. ഒരു വീട്ടിൽ ഒരൊറ്റ പപ്പായ കൃഷി ചെയ്താൽ മതി. ആവശ്യത്തിലുള്ള പപ്പായ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ചെത്തിയിട്ട് കുരുവൊക്കെ കളഞ്ഞത് പിള്ളേർക്കൊക്കെ കൊടുക്കാനുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ. പപ്പായ ഇഷ്ടമാണോ? അതെന്നാ കഴിക്കും അല്ല, തോട്ടത്തിൽ നിന്ന് തന്നെ മുറിച്ചൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ഉള്ള കളർ നോക്കിയാൽ ഇത് റെല്ലടി പപ്പായാണ് കേട്ടോ. ഈ തോട്ടത്തിൽ ഫുള്ള് ചെയ്തിരിക്കുന്നത് അതാണ്. ഞാനിപ്പം വീട്ടാവശ്യമാണ് നട്ടത്. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടെ പഴുത്തിരിക്കുന്നുണ്ട്. ഒരു 10-50 മേലിൽ നിന്ന് കടയിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആപ്പിളിൻ്റെ ഗുണമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കിതിൻ്റെയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ അറിയാൻ മേല എന്നുള്ളതാണ്.
ഞാനൊക്കെ കൃഷി തുടങ്ങിയ സമയത്ത് 20-25 രൂപയായിരുന്നു വിലയെങ്കിൽ ഇപ്പം ഹോൾസെയിൽ 35 രൂപ 40 രൂപയാണ് വില കിട്ടുന്നത്. കടയിൽ 50 രൂപ 60 രൂപയ്ക്കൊക്കെയാണ് കൂടുതലും വിൽക്കുന്നത്. ഇതെന്റെ ഒരു പരീക്ഷണത്തോട്ടാണ് കണ്ടാ. ഇവിടെ നമ്മൾ ചരിച്ചാണ് പപ്പായ കൃഷി ചെയ്തത്. അപ്പൊ കുള്ളനായിട്ട് വളരാൻ നല്ലത് ചരിച്ചടന്നാണ്. നല്ല തടക്കൊക്കെ നല്ല വണ്ണവും കിട്ടും. ഇത് നേരെ നട്ടാ കേട്ടാ. അപ്പൊ ഇത് കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് പോയി. വിളവൊന്നും വലിയ കുഴപ്പമുള്ളതായിട്ട് കാണുന്നുമില്ല. അപ്പൊ കുറി വളരാൻ നല്ലത് എപ്പോഴും ചരിച്ച് പപ്പായ നടുന്നതാണ്. ഇതാണ് പപ്പായയുടെ വിത്ത് വരുന്നത്. വിത്ത് കുത്തി കൃഷി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ ട്രേയിലാണ് പാകി മുളപ്പിക്കുന്നത്. ചരിച്ചോർ കമ്പോസ്റ്റും വെർമിക്കുലേറ്റും പെർലറ്റും ആണ് പ്രധാനമായിട്ടും ബേസ് വളങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബാഗിലെ ഒരു വിത്ത് എന്നുള്ള രീതിയിലാണ്. 10 to 12 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് മുള വന്ന് തുടങ്ങും. ഒരു 20-25 ദിവസം മുതൽ അത്യാവശ്യം ഗ്രോത്തിലേക്ക് വരും. ഒരു 40 ദിവസം ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പപ്പായ പറിച്ചിടാൻ പരുവാകും. ഓരോ പ്രാവശ്യം മണ്ണിന്റെ വളക്കൂർമ്മയ്ക്ക് അനുസരിച്ചാണ് ബേസ് വളങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇവിടെ കുഴിയെടുത്തിട്ട് ഡോളമെറ്റും പച്ചക്കപ്പൊടിയും ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കും. കമ്പോസ്റ്റ് വളങ്ങളൊക്കെ അതിന്റെ മേളിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഇട്ട് കൊടുത്തിട്ടാണ് കൃഷി ആരംഭിക്കുന്നത്. ഇതുപോലെ 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം പപ്പായ കൃഷി ചെയ്യേണ്ടത്. വെള്ളക്കെട്ടുള്ള സ്ഥലം ഒരു കാരണവശാലും പപ്പായ കൃഷിക്ക് തിരഞ്ഞെടുക്കലും. ഇച്ചിരി വെള്ളം 1-2 ദിവസം നിന്നേ തന്നെ ഇല മഞ്ഞളിപ്പ് തുടങ്ങി ക്രോപ്പ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പപ്പായ കൃഷിയിലെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ വിഷയമായിട്ടാണ്. ബൈ.